സംസ്ഥാനത്ത് 7 വർഷം കൊണ്ട് സർക്കാർ നൽകിയത് 5 ലക്ഷം ലൈഫ് വീടുകളാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. ലൈഫ് പദ്ധതിയിലൂടെ ബുധനൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച 9 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം വീടുകൾ കൂടി പൂർത്തിയാക്കി 2 സർക്കാരുകളുടെ കാലത്തായി 6 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ 7 വർഷം കൊണ്ട് നൽകിയത് 5 ലക്ഷം ലൈഫ് വീടുകളാണെന്ന് ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. ലൈഫ് ഭവന പദ്ധതിയിലൂടെ ബുധനൂർ ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച 9 വീടുകളുടെ താക്കോൽദാനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഈ ഗവൺമെന്റ് 2 വർഷം പൂർത്തീകരിക്കുമ്പോൾ 1 ലക്ഷം വീട് കൂടി പൂർത്തീകരിക്കും. അതായത് 6 ലക്ഷം വീട്. കേരളത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ, ലോകത്തൊരു നാട്ടിൽ 6 ലക്ഷം വീട് 2 സർക്കാരുകളുടെ 10 വർഷം കൊണ്ട് പൂർത്തീകരിക്കുന്ന ചരിത്രത്തിൽ ഏറ്റവും വലിയ സംഭവമായിരിക്കും. ഒരു 1.5 ലക്ഷം വീടുകൂടെ കേരളത്തിൽ പണിതാൽ എല്ലാവർക്കും വീടായി, സമ്പൂർണ്ണ പാർപ്പിടമാവും. ഇപ്പം ലൈഫ് മിഷൻ മാത്രമല്ല, പുനർഗേഹം മത്സ്യത്തൊഴിലാളിക്ക് 21,000 വീടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതുകൂടാതെ പട്ടികജാതി പട്ടികവർഗ മേഖലയിൽ ഭവനം നിർമ്മിക്കുന്നുണ്ട്. വീട് നവീകരണം നമ്മുടെ മണ്ഡലത്തിൽ തന്നെ 14 കോളനികൾ നവീകരിച്ചുകൊണ്ടിരിക്കുക. അതിൽ 6 എണ്ണത്തിന് പൂർത്തീകരിച്ച് താക്കോൽ കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വാസയോഗ്യമായ വീടെന്നത് നമ്മുടെ സാമ്പത്തികമായ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് പ്രയാസമുണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പെൻഷൻ കൊടുക്കാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നമ്മളോട് കുറച്ചുകൂടി നീതി കാണിക്കാതിരിക്കുന്നത് ശരിയല്ല. കാരണം 57,000 കോടി രൂപയാണ് ഈ കഴിഞ്ഞ വർഷം നമുക്ക് നഷ്ടപ്പെട്ടത്. പദ്ധതികൾ കേന്ദ്ര ഗവൺമെൻറ് തരുന്നില്ലെന്നല്ല അതിൻ്റെ അർത്ഥം. പക്ഷെ നമുക്ക് തരേണ്ട തന്നില്ലെങ്കിൽ ഒരു വർഷത്തെ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കുന്നത് വലിയ തരത്തിൽ കുറവ് വരും. ഇപ്പോൾ പെൻഷൻ കൊടുക്കാൻ കാശില്ലെന്ന് പറഞ്ഞാൽ ബഡ്ജറ്റിൽ ഈ പണം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് പെൻഷൻ പ്രഖ്യാപിക്കുന്നത്, ഭവനം നിർമ്മിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും ജനങ്ങൾക്ക് കൊടുക്കുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ ഒരു തരത്തിലും കുറവ് വരുത്താൻ പാടില്ല എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ കോളനിയെ പറ്റി പറഞ്ഞു. ഇതൊന്നും കോളനിയൊന്നുമല്ല, ഇവിടെ കോളനി ഉണ്ടെന്ന് ആരും പറയുകയും ചെയ്തു. നല്ലൊരു പേര് കൊടുക്കണം. പേര് പറയാം നിങ്ങളുടെ കൂട്ടത്തിൽ. ഇതിനൊരു ഈ ഭവന നിർമ്മാണത്തിൻ്റെ സമുച്ചയത്തിൻ്റെ പേര് കൊടുക്കാം. സമഭാവന. എന്താ സമഭാവന എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നാണെന്ന് കാണുന്നത്. അത് മതിയല്ലോ. സമഭാവന ഭവന സമുച്ചയം. ഭവന നിർമ്മാണം സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ്. എല്ലാവർക്കും വാസയോഗ്യമായ ഭവനം എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 പ്രഖ്യാപിച്ചത്. ഭൂമിയില്ലാത്തവർക്ക് ഭൂമിയും ഭവനവും അതിനായി ഒരു മിഷനും രൂപീകരിച്ചു. അതാണ് ലൈഫ് മിഷൻ. നിലവിൽ 3.25 ലക്ഷം വീടുകളുടെ താക്കോൽദാനം നടത്തി താമസവും ആരംഭിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 2 വർഷത്തിനുള്ളിൽ 1 ലക്ഷം വീടുകൾ കൂടി പൂർത്തിയാക്കി 2 സർക്കാരുകളുടെ കാലത്തായി 6 ലക്ഷം വീടുകൾ പൂർത്തിയാക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുമെന്നും മന്ത്രി അറിയിച്ചു. ഇതിനു പുറമെ മത്സ്യത്തൊഴിലാളികൾക്കായി പുനർഗേഹം പദ്ധതി, പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്കായി വീട് നവീകരണം എന്നിവയും നടക്കുന്നുണ്ട്. ഭവന സമുച്ചയത്തിന് സമഭാവന എന്ന പേരും മന്ത്രി നൽകി. 35 സെന്റ് സ്ഥലത്ത് 9 വീടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. 4 ലക്ഷം രൂപയാണ് ഓരോ വീടിനും ഗ്രാമപഞ്ചായത്ത് അനുവദിച്ചത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ പുഷ്പലത മധു അധ്യക്ഷയായി. ചെങ്ങന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എ രാജേഷ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് സുരേഷ്, സുജാത മുരളി, ശ്രീജ ശ്രീകുമാർ, ജി ഉണ്ണികൃഷ്ണൻ, ശോഭ മഹേശൻ, പഞ്ചായത്ത് സെക്രട്ടറി ജി മനോജ്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.